പിതാവിനും പുത്രനും പരിശുദ്ധ സ്തുതി, ആദ്യം മുതൽ എന്നേക്കും തന്നെ ആമേൻ. ഇന്ന് ഓഗസ്റ്റ് 9 ഞായറാഴ്ച. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 21 അധ്യായം 31 വാക്യം. ഈ രണ്ടുപേരിൽ ആറാകുന്നു അപ്പൻ്റെ ഇഷ്ടം ചെയ്തത്? ഒന്നാമത്തവൻ എന്ന് അവർ പറഞ്ഞു. യേശു അവരോട് പറഞ്ഞത്, ചുങ്കക്കാരും വേശ്യമാരും നിങ്ങൾക്ക് മുൻപായി ദൈവരാജ്യത്തിൽ കടക്കുന്നുവെന്ന് സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു. ജീവിതത്തിൽ പലപ്പോഴും മനുഷ്യരെ ആകർഷിക്കുന്നത് മനോഹരമായ വാക്കുകൾ. എന്നാൽ ദൈവം കേൾക്കുന്നത് നമ്മുടെ വാക്കുകൾ മാത്രമല്ല, അവിടുന്ന് കാണുന്ന നമ്മുടെ ജീവിതമാണ്. യേശു പറഞ്ഞ 2 മക്കളുടെ ഉപമ ഈ സത്യം അതിമനോഹരമായി നമ്മെ പഠിപ്പിക്കുന്നു. ഒരു പിതാവ് തൻ്റെ 2 മക്കളെയും മുന്തിരിത്തോട്ടത്തിലേക്ക് ജോലിക്ക് വിളിച്ചു. ആദ്യ മകൻ പറഞ്ഞു, ഞാൻ പോകുന്നില്ല. എന്നാൽ പിന്നീട് മനസ്സു മാറി അവൻ പോയി. രണ്ടാമത്തെയാൾ ആദരവോടെ പറഞ്ഞു, പോകാം അപ്പ. പക്ഷെ അവൻ പോയില്ല. യേശുവിൻ്റെ ചോദ്യം വളരെ ലളിതമാണ്. പിതാവിൻ്റെ ഇഷ്ടം ചെയ്തത് ആരാണ്? ഉത്തരം വ്യക്തമാണ്. പറഞ്ഞവനല്ല, ചെയ്തവനാണ്. ഇന്നും ദൈവം നമ്മെ തൻ്റെ മുന്തിരിത്തോട്ടത്തിലേക്ക് വിളിക്കുന്നു. പ്രാർത്ഥനയിലേക്ക്, വിശുദ്ധിയിലേക്ക്, സ്നേഹത്തിലേക്ക്, ക്ഷമയിലേക്ക്, കരുണയിലേക്ക്, സത്യസാക്ഷ്യത്തിലേക്ക്. ആ വിളി കേൾക്കുമ്പോൾ നമ്മുടെ മറുപടി എന്താണ്? അതേ കർത്താവേ എന്ന് പറയുക എളുപ്പമാണ്. എന്നാൽ ആ അതേ ജീവിതത്തിൽ കാണിക്കുക എന്നത്, അതാണ് യഥാർത്ഥ ശിഷ്യത്വം. ഈ ഉപമയുടെ ഏറ്റവും മനോഹരമായ സന്ദേശം മറ്റൊന്നും കൂടെയാണ്. ആദ്യ മകൻ ആദ്യം തെറ്റായ തീരുമാനമെടുത്തു. എന്നാൽ അവൻ തൻ്റെ തെറ്റ് സമ്മതിക്കുകയും തിരുത്തുകയും ചെയ്തു. അതാണ് മാനസാന്തരം. ദൈവം നമ്മുടെ ഭൂതകാലത്തേക്കാൾ നമ്മുടെ ഇന്നത്തെ തീരുമാനത്തെയാണ് വിലമതിക്കുന്നത്. ഇന്നലെ നാം പരാജയപ്പെട്ടിരിക്കാം, എന്നാൽ ഇന്ന് നാം അനുസരിക്കാൻ തയ്യാറാണെങ്കിൽ ദൈവം നമ്മെ സ്വീകരിക്കും. സഭാപിതാവായ വിശുദ്ധ ജോൺ ക്രിസോസ്റ്റം ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്, വാഗ്ദാനങ്ങളെക്കാൾ ദൈവം അന്വേഷിക്കുന്നത് അനുസരണമുള്ള ഹൃദയത്തെ. വിശ്വാസം അധരങ്ങളിൽ ആരംഭിക്കാം, എന്നാൽ അത് ജീവിതത്തിൽ പൂർത്തിയാക്കണം. ഇന്ന് നമുക്ക് സ്വയം ചോദിക്കാം, എൻ്റെ പ്രാർത്ഥന എൻ്റെ ജീവിതത്തിൽ പ്രതിഫലിക്കുന്നുണ്ടോ? ഞാൻ പറയുന്ന വിശ്വാസം എൻ്റെ പ്രവൃത്തികളിൽ കാണുന്നുണ്ട്? ദൈവം എന്നെ വിളിച്ച കാര്യങ്ങളിൽ ഞാൻ യഥാർത്ഥത്തിൽ അനുസരിക്കുന്നുണ്ട്? ഓർക്കുക, ദൈവം നമ്മുടെ വാക്കുകളുടെ എണ്ണം കണക്കാക്കുന്നില്ല. നമ്മുടെ അനുസരണത്തിൻ്റെ ആഴമാണ് അവിടെ നടക്കുന്നത്. ഒരൊറ്റ അനുസരണത്തിൻ്റെ ചുവടുവെപ്പ് 1000 മനോഹരമായ വാക്കുകളേക്കാൾ ദൈവത്തിന് പ്രിയപ്പെട്ടതാണല്ലോ. ഈ പ്രഭാതത്തിൽ ഒരു വലിയ തീരുമാനം നമുക്കെടുക്കാം. പറയുന്ന ക്രിസ്ത്യാനികളാകാതെ ജീവിക്കുന്ന ക്രിസ്ത്യാനികളാകാം. വിശ്വാസം പ്രസംഗിക്കുന്നവരാകാതെ വിശ്വാസം പ്രകടമാക്കുന്നവരാകാം. ദൈവഹിതം ചെയ്യുന്നതിലാണ് യഥാർത്ഥ സന്തോഷവും സമാധാനവും അനുഗ്രഹവും ഒളിഞ്ഞിരിക്കുന്നത്. നമുക്ക് ഓർക്കാം, ദൈവം നമ്മുടെ അധരങ്ങളെക്കാൾ നമ്മുടെ കാൽവയ്പ്പുകളെയാണ് നോക്കുന്നത്. കാരണം വാക്കുകൾ വിശ്വാസത്തെ പ്രഖ്യാപിക്കും, എന്നാൽ അനുസരണം വിശ്വാസത്തെ തെളിയിക്കുമല്ലോ. നമ്മുടെ ജീവിതം ദൈവത്തോട് പറയുന്ന ഒരു അതേ മാത്രമാകാതെ ദൈവഹിതം ചെയ്യുന്ന ഒരു ആമേൻ ആയി തീരട്ടെ. പ്രാർത്ഥിക്കാം. സ്നേഹനിധിയായ സ്വർഗീയ പിതാവേ, അങ്ങയുടെ വിളി കേൾക്കുകയും അതിനനുസരണത്തോടെ പ്രതികരിക്കുകയും ചെയ്യുന്ന ഹൃദയം ഞങ്ങൾക്ക് നൽകണമേ. വാക്കുകളിൽ മാത്രമല്ല, പ്രവൃത്തികളിലും അങ്ങയുടെ മക്കളായി ജീവിക്കുവാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ഇന്ന് ഞങ്ങളുടെ ഓരോ തീരുമാനവും അങ്ങയുടെ ഹൃദയത്തിന് അനുസൃതമാകണമേ. ഞങ്ങളുടെ ജീവിതം അങ്ങയുടെ മഹത്വത്തിനായുള്ള ജീവനുള്ള സാക്ഷ്യമായി മാറ്റണമേ. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ.